ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി ഇരു മുന്നണികളും ഒരേപോലെ സ്വീകരിച്ച ഒരു സ്ട്രാറ്റജിയുണ്ട്. NDA നയിക്കുന്നത് നിതീഷ് കുമാറാണെന്നും മഹാസഖ്യത്തിന്റെ നേതാവ് തേജസ്വി യാദവ് തന്നെയെന്നും പറയുമ്പോഴും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി ഇനിയും മുന്നണികൾ പ്രഖ്യാപിച്ചിട്ടില്ല. മുന്നണികളുടെ ആ മഹാമൗനം ബീഹാറിലെ പുതിയ രാഷ്ട്രീയ സാധ്യതകളെയും തള്ളുന്നില്ല. JDU നേതാവും നിലവിലെ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ തന്നെ NDA വിജയിച്ചാൽ മുഖ്യമന്ത്രിയായി തുടരുമെന്ന് നേതൃത്വം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. നിതീഷ് കുമാർ NDAയുടെ നേതാവെന്ന് ആവർത്തിക്കുമ്പോഴും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയാതെ പോകുന്നതും മുന്നണിക്കുള്ളിലെ പ്രതിസന്ധിയാണ് സൂചിപ്പിക്കുന്നത്. വിജയിക്കുന്ന MLAമാർ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുമെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന JDU ക്യാമ്പുകളിൽ ചെറുതല്ലാത്ത അതൃപ്തിയുണ്ടാക്കിയിട്ടുണ്ട്. RJD നേതാവ് തേജസ്വി യാദവിനെ മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. തുല്യ സീറ്റുകളിലാണ് ഇക്കുറി BJPയും JDUവും മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ JDUവിനേക്കാൾ കൂടുതൽ സീറ്റുകൾ BJPക്ക് ലഭിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കാനും സാധ്യതയുണ്ട്. അപ്രതീക്ഷിത നീക്കങ്ങൾക്കും രാഷ്ട്രീയ നാടകങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ബീഹാറിൽ ഭരണം കിട്ടാൻ ഇരു മുന്നണികളിലും അന്തർനാടകങ്ങൾക്കുള്ള സാധ്യതകളും രാഷ്ട്രീയ നിരീക്ഷകർ തള്ളിക്കളയുന്നില്ല. മുഖ്യമന്ത്രി മുഖമില്ലാതെയാണ് ഇത്തവണ മുന്നണികൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ബീഹാറിന്റെ രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിത നീക്കങ്ങളോ പുതിയ വഴിത്തിരിവുകളോ ഉണ്ടാകുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണണം. വിനീത VG 24 പട്ന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.